ഷാഫി പറമ്പിലും കെ ശൈലജയും ധൈര്യമുണ്ടെങ്കിൽ MLA സ്ഥാനം രാജിവെച്ച് മത്സരിക്കണമെന്ന് വടകരയിലെ NDA സ്ഥാനാർത്ഥി CR പ്രഫുൽ കൃഷ്ണൻ. ദേശീയ തലത്തിൽ ഒന്നായ ഇടത് വലത് മുന്നണികൾ കേരളത്തിൽ കീരിയും പാമ്പും കളിക്കുന്നത് പ്രഹസനമാണെന്നും പ്രഫുൽ കൃഷ്ണൻ കേരള വിഷൻ ന്യൂസിനോട് പറഞ്ഞു. തെരഞ്ഞെടുപ്പ് പ്രചരണ രംഗത്ത് സജീവമാണ് വടകര ലോക്സഭാ മണ്ഡലം NDA സ്ഥാനാർത്ഥി CR പ്രഫുൽ കൃഷ്ണൻ. എങ്ങനെയുണ്ട് ഈ വടകരയിലെ പ്രതീക്ഷകൾ എന്തൊക്കെയാണ്? വടകര ഒന്നാം ഘട്ട പര്യടനം പൂർത്തിയാക്കുന്ന സമയത്ത് തന്നെ വടകരയുടെ ട്രെൻഡ് എന്താണ് എന്ന് മനസ്സിലാക്കാൻ പറ്റിയിട്ടുണ്ട്. വടകരയിൽ ഇടതു വലതു മുന്നണികൾക്കെതിരായിട്ടുള്ള ശക്തമായിട്ടുള്ള ജനവികാരം ഇവിടെ മണ്ഡലത്തിൽ നിലനിൽക്കുന്നുണ്ട്. കാരണം ഇവിടുത്തെ ഏറ്റവും കൂടുതൽ തീരദേശ മേഖലയുള്ള ഒരു മണ്ഡലമാണ്. മലയോര മേഖല, കാർഷിക മേഖല വലിയ പ്രതിസന്ധികൾ അനുഭവിക്കുന്നുണ്ട് ഇവിടെ. അതുപോലെ തന്നെ ഇവിടുത്തെ വോട്ടർമാർ നല്ല രാഷ്ട്രീയ ബോധമുള്ളവരാണ്. ഈ ഇരു മുന്നണികളെയും തെരഞ്ഞെടുത്ത് ഡൽഹിക്ക് അയച്ചാൽ എന്ത് ഗുണമാണ് ഉണ്ടാകാൻ പോകുന്നത്? ഒന്നുമില്ല. ഇതുവരെയായിട്ടും വടകര ഏറ്റവും വികസന മുരടിപ്പുള്ള 20 മണ്ഡലങ്ങളുടെ കൂട്ടത്തിൽ ഏതാണെന്ന് ചോദിച്ചാൽ അത് വടകരയെന്ന് പറയാൻ പറ്റും. ഞാൻ ഇന്ന് രാവിലെ ചോമ്പാല ഹാർബർ സന്ദർശിച്ചു. ഹാർബറിൻ്റെ നിർമ്മാണം അശാസ്ത്രീയമാണ് എന്ന് പറഞ്ഞാൽ ഹാർബറിൽ ഒരു തരത്തിലുള്ള മെയിൻ്റനൻസ് വർക്കുകൾ നടക്കുന്നില്ല. മത്സ്യസമ്പദ യോജന പ്രകാരം കേരളത്തിൽ അനുവദിച്ച 700 കോടിയും ലാപ്സാകാൻ വേണ്ടി പോകുന്നു. 1,20 ലക്ഷം രൂപയുടെ 100 ബോട്ടുകളാണ് കേരളത്തിന് അനുവദിച്ചത്. അതിൽ 20 എണ്ണമേ കേരളം വാങ്ങിച്ചിട്ടുള്ളൂ. എന്താ കാരണം എന്നറിയോ? ബാക്കി 80 എണ്ണം വാങ്ങിക്കാത്ത എന്താ? 12 ലക്ഷം രൂപ സംസ്ഥാന സർക്കാരിൻ്റെ വീതമാണ്. അത് കൊടുക്കാൻ സംസ്ഥാന സർക്കാരിൻ്റെ കയ്യിൽ പൈസയില്ല എന്ന് പറഞ്ഞാൽ ഇവിടെ ഒന്നും സംസ്ഥാന വിഹിതം കൊടുക്കാനില്ലാത്തതിൻ്റെ പേരിൽ കേന്ദ്ര പദ്ധതികളെല്ലാം തന്നെ അവതാളത്തിലാവുകയാണ്. തെരഞ്ഞെടുപ്പ് കാലത്ത് മലയോര മേഖലയിലും അതുപോലെ തീരദേശ മേഖലയ്ക്കും കുറത്ത ഉറപ്പുകൾ അത് പാലിക്കാൻ ഇവിടുത്തെ ഇടതു മുന്നണിക്കും സാധിച്ചിട്ടില്ല, വലതിനും സാധിച്ചിട്ടില്ല. ഇത് സാധിക്കുക നരേന്ദ്രമോദിക്കാണ് എന്നുള്ളത് ഈ വടകരയിലെ ജനങ്ങൾക്ക് കൃത്യമായിട്ട് അറിയാം. പക്ഷേ അപ്പോഴും ഇപ്പോൾ താങ്കൾ പറഞ്ഞൊരു ആരോപണം സംസ്ഥാന സർക്കാർ ഫണ്ട് വിനിയോഗിക്കുന്നില്ല എന്ന് പറഞ്ഞു. പക്ഷേ ഈ സംസ്ഥാന സർക്കാർ പറയുന്ന ഒരു കാര്യമെന്ന് പറഞ്ഞാൽ കേന്ദ്ര ഫണ്ട് ലഭിക്കുന്നില്ല എന്നുള്ളതാണ്. നിർമ്മല സീതാരാമൻ തന്നെ അത് വളരെ കൃത്യമായി പറഞ്ഞല്ലോ. ഏറ്റവും കൂടുതൽ റവന്യൂ ഡെഫിസിറ്റ് കിട്ടിയ സംസ്ഥാനങ്ങൾ ഏതാ? ഏറ്റവും കൂടുതൽ കിട്ടിയത് 2ാം സ്ഥാനം കേരളത്തിനാണ് എന്ന് പറഞ്ഞാൽ കേന്ദ്രം കൊടുക്കേണ്ട. ഇപ്പോൾ GST നഷ്ടപരിഹാരം കൃത്യമായി കൊടുത്തിട്ടുണ്ട്. എന്തെല്ലാം പ്രപ്പോസലുകൾ കേന്ദ്രത്തിന് മുന്നിൽ സമർപ്പിച്ചിട്ടുണ്ടോ അതെല്ലാം കൃത്യമായി കൊടുത്തിട്ടുണ്ട്. ഇനി കൊടുക്കാത്തത് എന്താ? കൊടുക്കാത്തത് കൃത്യമായ കണക്ക് കൊടുക്കാത്തത് കൊടുക്കില്ല, ഇല്ലേ? അത് കൊടുക്കാൻ സാധിക്കുമോ? അപ്പോൾ കേന്ദ്ര സർക്കാർ ഒരു തരത്തിലും ഒരു അവഗണനയും സംസ്ഥാന സർക്കാരിനോട് കാണിച്ചിട്ടില്ല, ഒരു സംസ്ഥാനങ്ങളോടും കാണിക്കില്ല. സംസ്ഥാന സർക്കാരിൻ്റെ പ്രശ്നം സംസ്ഥാന സർക്കാരിൻ്റെ കഴിവുകേടാണ്, ധൂർത്താണ്. അതുകൊണ്ടാണ് പെട്രോൾ അടിക്കാൻ പോലും ഡീസൽ അടിക്കാൻ പോലും പോലീസിൻ്റെ കയ്യിൽ പോലും പൈസ ഇല്ലാത്ത അവസ്ഥയിലേക്ക് കേരളം എത്തി നിൽക്കുന്നത്. 1.5 കോടി രൂപയുടെ ബസ് വാങ്ങാൻ പൈസ ഉണ്ടല്ലോ, 55 ലക്ഷത്തിൻ്റെ തൊഴുത്തുണ്ടാക്കാലോ, ലക്ഷക്കണക്കിന് രൂപയുടെ സ്വിമ്മിംഗ് പൂൾ പണിയാലോ. അപ്പോൾ മുഖ്യമന്ത്രിക്കും കുടുംബത്തിനും സഹമന്ത്രിമാർക്കും ഉല്ലാസയാത്ര നടത്താൻ പൈസയുണ്ട്. ഇവിടെ സാധാരണക്കാരൻ്റെ ക്ഷേമ പെൻഷൻ കൊടുക്കാൻ പൈസയില്ല. ഇന്ന് രാവിലെ ഞാൻ ഖാദി യൂണിറ്റ് സന്ദർശിച്ചു. അവിടുത്തെ ആളുകൾക്ക് ശമ്പളമില്ല, ഫാന് പോലും ഇല്ല. തകര ഷീറ്റിൻ്റെ താഴെ വേർത്തൊലിച്ചുകൊണ്ട് ജോലി ചെയ്യുകയാണ്. വടകരയിലെ സിറ്റിംഗ് MP ആയിട്ടുള്ള ഇപ്പോൾ തൃശ്ശൂർ UDF സ്ഥാനാർത്ഥി K മുരളീധരൻ പലപ്പോഴും ആരോപിക്കുമ്പോൾ വടകരയിലെ BJP സ്ഥാനാർത്ഥി ആർക്കും അറിയാത്ത ഒരാളെയാണ് നിർത്തിയെന്ന ഒരു വ്യക്തി ആക്ഷേപം താങ്കൾക്കെതിരെ ഉൾപ്പെടെ നടത്തുന്നുണ്ട്. മാത്രമല്ല വടകരയിൽ BJP CPM അലയൻസ് ഉണ്ട് എന്ന തരത്തിൽ അദ്ദേഹം ആരോപണം ഉന്നയിക്കുന്നുണ്ട്. നോക്കൂ, ഈ അങ്ങ് പറഞ്ഞ ഈ സ്ഥാനാർത്ഥി പറഞ്ഞ പല പ്രസ്ഥാനങ്ങളും അങ്ങക്ക് ഓർമ്മയുണ്ടോ? അഹമ്മദ് പട്ടേലിനെ അലൂമിനിയം പട്ടേൽ എന്ന് വിളിച്ച മഹാനാണ്, അല്ലേ? പിന്നെ അദ്ദേഹം നടത്തിയ എല്ലാ പ്രസ്ഥാനങ്ങളും ഇങ്ങനെ തന്നെയാണ്. നോക്കൂ, അദ്ദേഹം എത്ര വർഷം പാർട്ടി മാറിയിട്ടുണ്ട്? ഏതെങ്കിലും ഒരു പാർട്ടിയിൽ സ്ഥിരമായി നിൽക്കുന്നുണ്ടോ? CPI എതിർത്തിട്ടില്ലായിരുന്നു എങ്കിൽ ഇന്ന് LDFൻ്റെ ഭാഗമായിരിക്കേണ്ട മാന്യ വ്യക്തിയാണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹത്തിന് എന്താണ് പറയുന്നത് എന്നുള്ളതിനെ പറ്റിയിട്ട് യാതൊരുവിധ സ്ഥലകാല ബോധവുമില്ലാതെ പ്രതികരിക്കുന്ന വ്യക്തിയാണ്. അതുകൊണ്ട് ഞാൻ അതിനൊന്നും മറുപടി പറയാൻ ആഗ്രഹിക്കുന്നില്ല. ഈ വാളയാറ് കഴിഞ്ഞാൽ അല്ലെങ്കിൽ തിരുവനന്തപുരത്ത് അതിർത്തി കഴിഞ്ഞാൽ എന്താ സ്ഥിതി? ഇവർ രണ്ടുപേരും ഒന്നിച്ചൊന്നായി മത്സരിക്കുന്നവരാണ്. ആരാണ് ഇവരുടെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥി? കോമൺ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥി ആരാ? LDFൻ്റെയും UDFൻ്റെയും ഒരേ ആളല്ലേ? അപ്പോൾ INDA സഖ്യത്തിൻ്റെ ഭാഗമാണ് ഇരു മുന്നണികളും. ഇവരാണ് ഒരേ പാർട്ടിക്കാർ, ഇവരാണ് ഒരേ വേദി പങ്കിടുന്ന ആളുകൾ. കേരളത്തിൽ മാത്രം എന്തിനാണ് കീരിയും പാമ്പും കളിക്കുന്നത്? പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് വേണ്ടിവരില്ല എന്നാണ് BJP സംസ്ഥാന അധ്യക്ഷൻ തന്നെ കഴിഞ്ഞ ദിവസം പറഞ്ഞത്. നോക്കൂ, പാലക്കാട് എന്തിനാണ് ഉപതെരഞ്ഞെടുപ്പ്? ഇവിടെ വടകരയിൽ സ്ഥാനാർത്ഥി വരുന്ന സമയത്ത് തന്നെ പറഞ്ഞു കഴിഞ്ഞു താല്പര്യമില്ലായിരുന്നു വടകര വരാൻ. K മുരളീധരൻ മാറുന്നു, വേറൊരാൾ വരുന്നു, അപ്പോൾ താല്പര്യമില്ലെന്നും വടകര വേണ്ട എന്ന് പറഞ്ഞവരാണ്. വടകരയിലെ ജനങ്ങൾ പറയുന്നത് എന്താ പറയുക? വടകര വേണ്ട എന്ന് പറഞ്ഞവർക്ക് ആ വടകരക്കാർക്ക് അത്തരം ആളുകളെ വേണ്ട എന്ന് വടകരക്കാർ തീരുമാനമെടുക്കാൻ പോവുകയാണ്. എന്നാലും അത്ര ധൈര്യം ഉണ്ടെങ്കിൽ MLA സ്ഥാനം രാജിവെച്ചിട്ട് വരണ്ടേ മത്സരിക്കാൻ? അതല്ലേ മര്യാദ, അതല്ലേ ചങ്കൂറ്റം, അല്ലേ? അതെന്താ കാണിക്കാത്തത്? ധൈര്യമില്ല, ആത്മവിശ്വാസമില്ല. പുറത്തേക്ക് പറയുന്നത്
പറയുന്നത് മാത്രമേ ഉള്ളൂ. പക്ഷേ അട്ടിമറി വിജയം വടകര മണ്ഡലത്തിൽ ഉൾപ്പെടെ NDA അട്ടിമറി വിജയം നേടുമെന്ന കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട. നമുക്ക് കാത്തിരുന്ന് കാണാം. എന്തായാലും BJP പറയുന്നത് D ക്ലാസ് മണ്ഡലം എന്നാണ്, പക്ഷേ അത് A ക്ലാസ് മണ്ഡലം ആക്കി കൊടുക്കും. നോക്കൂ, നിങ്ങൾ പല മാധ്യമങ്ങളും മുഖ്യധാരാ മാധ്യമങ്ങളും റിപ്പോർട്ട് എടുത്തല്ലോ. ഞങ്ങൾക്കുണ്ടായിരുന്ന വോട്ട് ഷെയറിൽ വലിയ വർധനവുണ്ടാകുമെന്ന് പറയുന്നത് നിങ്ങൾ മാധ്യമങ്ങൾ തന്നെയാണല്ലോ. ഞങ്ങൾക്കത് കൃത്യമായിട്ട് നിങ്ങൾ പറയുന്നതിന് മുമ്പ് ഞങ്ങൾക്കറിയാം. വടകര മണ്ഡലത്തിൽ ശക്തമായ അടിയൊഴുക്കുണ്ട്, അടിയിലുണ്ട് ആ സ്പാർക്ക് ആളി കത്തി അത് പടർന്ന് എന്താണ് വലിയ അത്ഭുതങ്ങൾ വടകര മണ്ഡലത്തിൽ ഉണ്ടാക്കാൻ ഇനി ദിവസങ്ങളെ ബാക്കിയുള്ളൂ. നമുക്ക് കാണാം. എന്തായാലും വടകര ലോക്സഭാ മണ്ഡലത്തിൽ ശക്തമായ അടിയൊഴുക്കുകൾ BJPക്ക് അനുകൂലമായിട്ടുണ്ട്. അത് വിജയമായി മാറും എന്ന് തന്നെയാണ് CR പ്രഫുൽ കൃഷ്ണൻ പറയുന്നത്. ക്യാമറ പേഴ്സൺ മിഥുൻ ചാത്തോത്തിനൊപ്പം റിയാസ് KMR, കേരള വിഷൻ ന്യൂസ്, കോഴിക്കോട്.